അപ്പൊ 2025 ഫസ്റ്റ് വീഡിയോ കേട്ടോ ഗൈസ്. അതെ, ഫസ്റ്റ് വീഡിയോ. 2025 തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സാങ്കേതിക ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഒന്നുമില്ല ഗൈസ്, ന്യൂ ഇയർ ചെയ്യണം. എന്താ ഒരാഴ്ച ന്യൂ ഇയർ ചെയ്യണോ? ഞാനൊരു ജോബിന് പുതിയതായിട്ട് കയറി. അപ്പൊ അതിന്റെ ഇന്റർവ്യൂയും കാര്യങ്ങളും ജോയിനിങ് 2 ദിവസം ന്യൂ ഇയർ ചെയ്യണം. അത് കഴിഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ കഴിഞ്ഞ 2024 ഞങ്ങൾ ശരിക്കും ലാസ്റ്റ് ഡേ ഇടാന്ന് വിചാരിച്ച വീഡിയോ കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങനെ ഇടാറില്ല, എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് 2024. അപ്പൊ പിന്നെ നോക്കുമ്പോ പിന്നെ ടൈം പോയിട്ട് ഇപ്പൊ എന്താ വിചാരിച്ചു 2025 ഫസ്റ്റ് വീഡിയോ നമുക്ക് 2024 കുറിച്ചാണ് പറയാന്ന് വിചാരിച്ചത്. എന്റെ വീഡിയോ ഇട്ടുണ്ടോ? ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മുന്നെടുത്ത വീഡിയോ കേട്ടോ, കഴിഞ്ഞ കൊല്ലെടുത്ത വീഡിയോ ആണ്. ന്യൂ ഇയർ എടുത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പൊ ഗായ്സ്, ഞങ്ങൾക്ക് 2024 എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു? എനിക്കൊരു വൃത്തിയായിട്ട വർഷമായിട്ട് തോന്നിയിരുന്നു. ഒരു മാതിരി വർഷം, ഒരുപാട് ദുഃഖങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു വർഷമായിട്ട് എനിക്ക് തോന്നുന്നത്. കണ്ടായിരുന്നു? അതെ, 2025 എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായിട്ട് 2024 പറഞ്ഞ കാര്യമായിട്ട് ഒന്നും നടന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഹാപ്പി ആവാൻ മാത്രം വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അതെ, അത്ര നല്ലത് എന്ന് പറയാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഈ വർഷം. കഴിഞ്ഞ വർഷം 2024 അതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ നടന്ന ഒരു വർഷം. ഒരുപാട് ആക്സിഡന്റുകളും അല്ലേ. നമ്മള് രാവിലെ തന്നെ ന്യൂസ് എന്ന് വെച്ചാൽ ഫുള്ള് ആക്സിഡന്റ്, മരണങ്ങള്, പിന്നെ നമ്മുടെ ഈ വയനാട് അതെന്ന് വെച്ചാ അയ്യോ, ആ ഒരു വർഷങ്ങളല്ല, ഈ വർഷങ്ങൾ മുഴുവൻ ആലോചിക്കാനുള്ളത് വയനാട് ആലോചിക്കാനുള്ളത് മൊത്തം കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒരൊറ്റ ഒരു പെട്ടെന്ന് ദുരന്തം കഴിഞ്ഞ മുതൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളും കടക്കുന്ന മുതൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ കണ്ണേട്ടന്റെ അടുത്ത് പറയട്ടെ, എന്തിനാ കുഞ്ഞുത് കാണുന്നത്, മതി എന്ന് പറയട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലായി, നമ്മുടെ മനസ്സിന് മായാത്തൊരു വർഷം അല്ലേ. എപ്പോഴും ഈ വീഡിയോസ് കണ്ടിട്ടും അതിന്റെ ഫോട്ടോസ് കണ്ടിട്ടും എപ്പോ കടക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും എപ്പോ നോക്കിയാൽ ഈ കണ്ണടച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദുരന്തത്തിന്റെ ആ പിക്ചർ മാത്രമേ നമ്മളെ കണ്ടുവരും. നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാള് മരിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കാൻ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയല്ലേ. അപ്പൊ ഒരു വീട്ടിലെ എഴുന്നേറ്റ്, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവരൊന്നുമില്ല, മണ്ണില്ല അല്ലെ. അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കുമ്പോ ആ ഒരു സിറ്റുവേഷൻ, അത് കാരണം ശരിക്കും ആ ഒരു 2024 ഒരു മോശം വർഷമായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് അറിയുന്ന ആൾക്കാരല്ല, പക്ഷെ എങ്കിൽ കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമായി പോയി. ഒരു സുനാമി ഒക്കെ വന്നപ്പോൾ ആ ഒരു പക്ഷെ നമ്മുടെ മലയാളികള് അത് ഒന്നടങ്കം ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ അത് റിക്കവർ ആയി എടുത്തു. എത്രത്തോളം റിക്കവർ ആണെന്ന് നോക്കിയാലും നമുക്ക് ഫിനാൻഷ്യലി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പോയതൊന്നും തിരിച്ചു വരില്ലല്ലോ. എന്നാലും നമുക്ക് അതിന്റേതായ ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് സപ്പോർട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് സ്നേഹം കൊടുക്കാൻ പറ്റും. അത് മലയാളികളുടെ മാത്രം പ്രത്യേകതയായിട്ട്. ഇപ്പൊ കൊറോണ വന്നപ്പോഴും അതേപോലെ സുനാമി വന്നപ്പോഴും അങ്ങനെയൊക്കെ പ്രളയം വന്നപ്പോഴും അയ്യോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കാരണമാണ് നമുക്ക് നമ്മുടെ മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കാരണമാണ് നമ്മളെല്ലാം തരണം ചെയ്തു പോകുന്നത്. അത് നമ്മൾ വേറെ ആരുടെയും കഴിവല്ല, പരസ്പരമുള്ള നമ്മുടെ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണ് അല്ലേ. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെടാത്ത വർഷം. പിന്നെ ഒരുപാട് കൂടുതൽ ആക്സിഡന്റ്സ് ഉണ്ടായ ഒരു വർഷമായിട്ട് ഇപ്പോഴത്തെ ഈ ഡിസംബറിൽ ലാസ്റ്റ് ആയിട്ട് ടൂറ് പോയ വണ്ടി, ഒരു കുട്ടി, കുറെ ബോയ്സ്, പിന്നെ അതല്ലാതെ സിനിമയ്ക്ക് പോയ ബോയ്സ്, ടൂറ് പോയ വണ്ടി, ഫാമിലി, അങ്ങനെ അത് മാത്രമൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഈ പാലക്കാട് ഈ ഭാഗത്ത് തന്നെ ഒരുപാട് സ്കൂൾ ബസ് നടന്നു പോണ കുട്ടികളെ, പാലക്കാട്, മണ്ണാർക്കാട്, കരിമ്പുഴ ഭാഗത്ത്. അപ്പൊ അതൊക്കെ ഒരുപാട് ആക്സിഡന്റ് ദുരന്തങ്ങൾ നടന്നൊരു വർഷമാണ് 2024. നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ. ഫിനാൻഷ്യലി ഡൗൺ ആണ്, അത് പിന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുത്ത ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള അത് വർഷങ്ങളുടെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമാണ്. പക്ഷെ നമ്മള് വിചാരിച്ചിട്ട് നമ്മള് കാര്യമായിട്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നമ്മുടെ ഫാമിലിയിലും നടന്ന ദുരന്തങ്ങളല്ല, അല്ലെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ദുരന്തങ്ങളല്ലേ എല്ലാം. ഒരുപാട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ദുരന്തങ്ങൾ അപ്രാവശ്യം സംഭവിച്ചായിട്ട് തോന്നി. എല്ലാ വർഷവും ഓരോ മരണങ്ങളും ഒക്കെ കേൾക്കാറുണ്ടെങ്കിൽ കൂടെ ഈ 2024 ഒരുപാട് കുറച്ച് അധികമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് ഞങ്ങൾക്ക് മാത്രമല്ല പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ വയനാട് ദുരന്തം 2024. അപ്പൊ അതേപോലെ ഒന്നും ആയിരിക്കാതിരിക്കട്ടെ അല്ലെ 2025. എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ.
ഇതുപോലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പൈസയുടെ കാര്യത്തിലൊക്കെ നമുക്ക് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അല്ലേ ഉണ്ടാക്കാം. പക്ഷെ ആർക്കും ആയുസിന് കുഴപ്പമില്ലാതെ രോഗമൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോവാൻ കഴിയട്ടെ എന്ന് മാത്രം നമ്മള് 2025 അതുപോലെ നല്ല ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. 2025 ഞങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ ലൈഫ് തുടങ്ങിയത് ഹാപ്പി ന്യൂസ് ആയിട്ടാണ്. ഇതുപോലെ തുടർന്ന് 2025 പോട്ടെ എന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായ പോലെ നല്ല അനുഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പറയുകയാണ്. അല്ല, ഹാപ്പി ആയിട്ട് ഓരോരോ കാര്യങ്ങൾ. ഈ ഹാപ്പി അല്ല, ആ കാര്യം പറയാതെ ഇവരടുത്ത് മനസ്സിലാവേണ്ട പൊഞ്ഞ. അതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതിനൊരു സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ടാവും കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് അതുപോലെ ഹാപ്പി ഉള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിലും നടക്കട്ടെ. സന്തോഷം എല്ലാവരുടെ ജീവിതത്തിലും പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം സഫലമാവില്ല. കാരണം എന്താന്ന് പറയാ, 2024 നമുക്ക് കുറച്ച് ദുഃഖം തന്ന വർഷമല്ല. അപ്പൊ 2025 ദൈവം നമ്മളെ ഹാപ്പി ആക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത് വെച്ചാൽ, അതേപോലെ 2025 ഞങ്ങളുടെ വീഡിയോ കൂടുതൽ റീച്ച് ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങളുടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞേ അത് പറയില്ല. ഞങ്ങൾക്ക് കുറച്ച് എന്താ മറ്റേ 2025 ഞങ്ങൾക്ക് കുറച്ച് റെസൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെ നടക്കില്ല ഗൈസ്. ഇതല്ല, ഈ കാര്യത്തിലല്ല. ആരുടെയും നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു വർഷം തുടങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിക്കും. ഈ പ്രാവശ്യം നടത്തിക്കും. ഈ ഉണ്ടാവും. അപ്പൊ ഇത് മടിച്ചാണ് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ ഉള്ളൂ അതിന്റെ കാര്യങ്ങള്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു കാര്യങ്ങളും ഇല്ല അതിന്. അതെ, നിങ്ങൾക്ക് മനസ്സിലാണ്ടോ വീഡിയോ. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയുക, 2025 ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ആവുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ. കുറേ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് ചാനൽ കിട്ടുക. പിന്നെ സ്നേഹിക്കണ കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്, അതേപോലെ കുറെ ആൾക്കാരും കൂടെ വേണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ നടക്കും ഞങ്ങൾ വിചാരിക്കും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാം. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് എന്താണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഒരുപാട് പേര് അറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എന്നല്ല പറഞ്ഞത്. ഇപ്പൊ 2000 ഞങ്ങൾക്ക് 10-50-100 ആൾക്കാർ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എവിടേക്കുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇത് ചോദിക്കുന്നത്. 100-100 ആൾക്കാരെ നമുക്ക് അറിയുണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ അറിയാത്ത ആൾക്കാരെ പറയുന്നത്. അറിയാത്ത ആൾക്കാർ 100-100 ആൾക്കാരെയാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങള് യൂട്യൂബിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവരൊക്കെ ഞങ്ങൾ യൂട്യൂബിലും ഫോളോ ചെയ്യുക. ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് കേട്ടോ ഈ പ്രാവശ്യം യൂട്യൂബ് ചാനൽ ഒന്ന് നന്നായി സക്സസ് ആയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത്, അങ്ങനെയല്ല ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ പോട്ടെ അല്ലേ. ആരോഗ്യമായിട്ടും ഫിനാൻഷ്യലായിട്ടും എല്ലായിട്ടും നന്നായിട്ട് വരട്ടെ. ഞാൻ എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും നമ്മുടെ മലയാളിക്കാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ ഞങ്ങളുടെ ഹാപ്പി ന്യൂസ് അതും അടിപൊളിയായിട്ട് പോട്ടെ അല്ലേ കണ്ണേട്ടാ. അതും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോട്ടെ. പിന്നെ കണ്ണേട്ടന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ കാലിനൊന്നും ഒരു പ്രശ്നം ഇതുവരെ ഞങ്ങളെ ദൈവം ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഇതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. കണ്ടതിന്റെ കാലിനൊന്നും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പുതിയ ജോലിക്കൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ഇതാക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ. കാലിന് ഇനി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഗൈസ്. അപ്പൊ 2025 പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. പുതിയ വീഡിയോയും പുതിയ കണ്ടന്റും ആയിട്ട് ഞങ്ങൾ വരുന്നത്. പുതിയ കണ്ടന്റ് വരും. അതെന്തുവരെ ഞങ്ങളുടെ വീഡിയോ ഇല്ലാത്ത പുതിയ കണ്ടന്റ് ആയിട്ടാവും ഞങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യട്ടോ, ഈ വീഡിയോ കാണുന്നവര് ഗസ് ചെയ്യും എന്താവും ഹാപ്പി ന്യൂസ് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പൊ 2024 ഇഷ്ടമായോ? ടോയ് കിട്ടുക, കറങ്ങാൻ പോകുക, അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തോണ്ടാവാൻ ഹാപ്പിയാണ് ഗൈസ്. അപ്പൊ ഇത്രയാണ്. ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. സബ്സ്ക്രൈബേഴ്സ് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ശേഷം മാത്രം വീഡിയോ കാണാം കേട്ടോ. ബൈ.